14 വയസ്സുള്ള ഒരു പെൺകുട്ടി. അച്ഛൻ്റെ ബിസിനസ് തകർന്നു. കുടുംബം വഴിമുട്ടി നിൽക്കുന്നു. ആ പെൺകുട്ടിയാണ് പിന്നീട് 4 ഭാഷകളിലായി 250-ലധികം സിനിമകളിൽ അഭിനയിച്ച് മലയാളികളുടെ മനസ്സിൽ എന്നും ഇടം നേടിയ ഒരു താരമായി മാറിയത്. 70കളുടെ അവസാനവും 80കളുടെ തുടക്കത്തിലും യുവാക്കളെ കോരിത്തരിപ്പിച്ച പ്രമീളയുടെ കഥയാണ്. ഒരു ഫോട്ടോയിൽ തുടങ്ങി ഹോളിവുഡിനടുത്തുള്ള ഒരു വീട്ടിൽ അവസാനിക്കുന്ന ഈ അതിശയകരമായ കഥ അവസാനം വരെ കാണുക. ചെന്നൈ ടി നഗറിലെ ശാരദാ വിദ്യാലയത്തിൽ പഠിക്കുന്ന കാലം. കൂട്ടുകാരിക്ക് കൊടുത്ത ഒരു സാധാരണ ഫോട്ടോ ഒരു ബന്ധുവായ സിനിമാ പ്രവർത്തകന്റെ കണ്ണിൽപ്പെട്ടു. MG രാമചന്ദ്രന്റെ ജ്യേഷ്ഠൻ MG ചക്രപാണിയുടെ പ്രൊഡക്ഷൻ കമ്പനി ഒരു പുതിയ നായികയെ തിരയുകയായിരുന്നു. മാതാപിതാക്കൾക്കൊപ്പം ചക്രപാണിയുടെ ഓഫീസിലെത്തിയപ്പോൾ രാജേഷ് ഖന്നയുടെ ആരാധന റിലീസായ സമയമായിരുന്നു. ഷർമിള ടാഗോറിന്റെ സ്റ്റൈലിലെത്തിയ ആ പെൺകുട്ടിയെ ചക്രപാണിക്ക് ഇഷ്ടപ്പെട്ടു. 1000 രൂപ അഡ്വാൻസ് കയ്യിൽ വെച്ചു. അങ്ങനെ 14-ാം വയസ്സിൽ മീനവ മകൻ എന്ന തമിഴ് ചിത്രത്തിലൂടെ സിനിമയിലേക്ക്. പക്ഷേ ആ സിനിമ പൂർത്തിയായില്ല. KP കൊട്ടാരക്കര സംഭവാമി യുഗേ യുഗേ എന്ന ചിത്രത്തിലേക്ക് വിളിച്ചു. അതായിരുന്നു യഥാർത്ഥത്തിൽ ആദ്യ സിനിമ. കഥ കുറച്ച് പിന്നോട്ട് പോകാം. തിരുച്ചിറപ്പള്ളിയിലെ വലിയ ഫാർമസ്യൂട്ടിക്കൽ ബിസിനസ് നടത്തിയിരുന്ന അമൽദാസ് എന്ന അച്ഛൻ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായി. ബിസിനസ് ഉപേക്ഷിച്ച് മദ്രാസിലേക്ക് പോകാൻ തീരുമാനിച്ച ദിവസം രണ്ടാമത്തെ മകൾ ഒരാഗ്രഹം പറഞ്ഞു. തൻ്റെ പ്രിയപ്പെട്ട താരം ശിവാജി ഗണേശനെ ഒന്ന് കാണണം. ആ ആഗ്രഹത്തിന് മുന്നിൽ അച്ഛൻ തോറ്റു. ഒരു സിനിമാ പ്രവർത്തകൻ സുഹൃത്തു വഴി കുടുംബത്തെ ശിവാജി ഗണേശന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയെങ്കിലും അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞില്ല. മകൾ വീണ്ടും വാശി പിടിച്ചപ്പോൾ സുഹൃത്ത് കുടുംബത്തെ സിനിമാ ചിത്രീകരണം കാണിക്കാൻ കൊണ്ടുപോയി. അപ്പോഴാണ് ആ ചോദ്യം വന്നത്, മകൾ സുന്ദരിയാണല്ലോ, സിനിമയിൽ അഭിനയിച്ചുകൂടെ? അച്ഛൻ്റെ മറുപടി വ്യക്തമായിരുന്നു. ഡോക്ടർ കുടുംബത്തിന് സിനിമ പറ്റില്ല. യാഥാസ്ഥിതിക ക്രിസ്ത്യൻ കുടുംബമാണ്. പക്ഷെ അമ്മ സുശീല ഭർത്താവിനെ ഉപദേശിച്ചു. 4 മക്കളുമായി എങ്ങനെ ജീവിക്കും എന്ന യാഥാർത്ഥ്യത്തിന് മുന്നിൽ അച്ഛൻ നിസ്സഹായനായി. 14-കാരിയായ ആ മകളുടെ വാക്കുകളിലെ ഉറപ്പ് അച്ഛൻ തിരിച്ചറിഞ്ഞു. എല്ലാവരെയും ഞാൻ പോറ്റി വളർത്തും എന്ന വാക്കുകൾ പിന്നീട് യാഥാർത്ഥ്യമായി. ഇതായിരുന്നു പ്രമീളയുടെ സിനിമയിലേക്കുള്ള പ്രവേശനത്തിന്റെ വഴി. 70കളിലും 80കളിലും തെന്നിന്ത്യൻ സിനിമയിലെ തിരക്കുള്ള നായികയായി പ്രമീള മാറി. മലയാളത്തിൽ വിൻസെന്റ്, രവികുമാർ, രാഘവൻ എന്നിവരുടെ നായികയായി. ഭരതൻ സംവിധാനം ചെയ്ത ആരവം തുടങ്ങിയ ചിത്രത്തിൽ പ്രധാന വേഷം അവതരിപ്പിച്ചു. തമിഴിൽ SP മുത്തുരാമൻ, ജയശങ്കർ, ശിവകുമാർ എന്നിവർക്കൊപ്പവും അഭിനയിച്ചു. രസകരമായ ഒരു കാര്യം കൂടിയുണ്ട്. അരങ്ങേറ്റം എന്ന K. ബാലചന്ദ്ര ചിത്രത്തിലാണ് പ്രമീള അഭിനയിച്ചത്. അതേ സിനിമയിലൂടെയാണ് കമൽഹാസൻ അരങ്ങേറ്റം കുറിച്ചത്. പിന്നീട് പ്രമീള അഭിനയിച്ച ഉന്നൈ സുത്തും ഉലകം എന്ന ചിത്രത്തിൽ കമൽഹാസൻ ഒരു അതിഥി വേഷത്തിലെത്തി. അപ്പോഴേക്കും കമൽഹാസൻ വലിയ താരമായി മാറിക്കഴിഞ്ഞു. നസീറിനൊപ്പം അഭിനയിച്ച ഇൻസ്പെക്ടറാണ് ഏറ്റവും പ്രിയപ്പെട്ട ചിത്രമെന്ന് പ്രമീള പിന്നീട് പറഞ്ഞിട്ടുണ്ട്. മലയാളികൾ പ്രമീളയെ ഏറ്റവും കൂടുതൽ ഓർക്കുന്നത് ഒരു സിനിമയുടെ പേരിലാണ്, തമ്പുരാട്ടി. ഗ്ലാമർ ചിത്രമായിരുന്ന ഇതിൻ്റെ കഥ പറഞ്ഞപ്പോൾ ആദ്യം പ്രമീള നിരസിച്ചു. നടി ഉഷാ റാണിയുടെ ഭർത്താവ് സംവിധായകൻ N. ശങ്കരൻ നായർ നിർബന്ധിച്ചപ്പോഴാണ് സമ്മതിച്ചത്. എന്നാൽ ഈ സിനിമ വൈകാരികമായ ഒരു വെല്ലുവിളി കൂടിയായിരുന്നു. പ്രീവ്യൂ കാണാൻ അച്ഛനും അമ്മയും സഹോദരങ്ങളും എത്തിയപ്പോൾ ഗ്ലാമർ രംഗം വന്നപ്പോൾ പ്രമീള കുനിഞ്ഞിരുന്നു പോയി. ലൊക്കേഷനിൽ മാതാപിതാക്കൾ വരാതിരുന്നതും ഈ കാരണത്താലായിരുന്നു. ജീവിതം മുഴുവൻ കന്യകയായി ജീവിക്കുന്ന കഥാപാത്രം എന്ന നിലയിൽ മികച്ച പ്രമേയമായിരുന്നു തമ്പുരാട്ടിയുടേത് എന്ന് പ്രമീള വിശദീകരിക്കുന്നു. സംഭവം, ഉത്സവം, താലപ്പൊലി, അധികാരം, വെടിക്കെട്ട് തുടങ്ങിയ ചിത്രങ്ങളിലും മികച്ച കഥാപാത്രങ്ങൾ ചെയ്തിട്ട് പ്രേക്ഷകർ ഓർക്കുന്നത് തമ്പുരാട്ടിയിലെ രാഗിണിയെയാണ്. വിവാഹശേഷം സിനിമ പൂർണ്ണമായി ഉപേക്ഷിച്ച പ്രമീള കാലിഫോർണിയയിലേക്ക് താമസം മാറി. പത്രത്തിൽ അമ്മ കൊടുത്ത വരൻ അന്വേഷണ പരസ്യത്തിലൂടെയാണ് 300-ലധികം പേരിൽ നിന്ന് ഭർത്താവ് പോൾ സ്ലെക്ടറയെ കണ്ടെത്തുന്നത്. 1992 വിവാഹിതരായി. ഇരുവർക്കും ഇത് 2ാം വിവാഹമായിരുന്നു. കുട്ടികളില്ലാതിരുന്നെങ്കിലും ജീവിതം സന്തോഷമായിരുന്നു എന്ന് പ്രമീള പറയുന്നു. ഏറ്റവും അതിശയകരമായ ഭാഗം, അമേരിക്കൻ ആർമിയിൽ സേവനമനുഷ്ഠിച്ച പോൾ വാൾട്ട് ഡിസ്നി ഉൾപ്പെടെയുള്ള വൻകിട കമ്പനികൾക്ക് ബാങ്കിൽ നിന്ന് പണം എത്തിക്കുന്ന ജോലിയായിരുന്നു. ആ ജോലിക്ക് ശ്രമിക്കാൻ പോൾ പ്രോത്സാഹിപ്പിച്ചപ്പോൾ സ്കൂൾ വിദ്യാഭ്യാസം പോലും പൂർത്തിയാക്കാത്ത പ്രമീള ഇംഗ്ലീഷ് നന്നായി പഠിച്ചു. കാലിഫോർണിയ പോലീസ് അക്കാഡമിയിൽ 2 വർഷത്തെ കോഴ്സിന് ചേർന്നു. തോക്ക് കൈകാര്യം ചെയ്യാൻ പഠിച്ചു. പ്രതികളെ അറസ്റ്റ് ചെയ്യുന്ന വിധം പഠിച്ചു. പണം കൊണ്ടുപോകുന്ന ട്രക്ക് ഓടിക്കാൻ പഠിച്ചു. വാഹനത്തിന്റെ അറ്റകുറ്റപ്പണി പോലും പഠിച്ചു. B ലെവലിൽ കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കി. ഭർത്താവിനൊപ്പം കാഷ്വാൾട്ട് സൂപ്പർവൈസർ ആയി ജോലി ചെയ്തു. ഒരു കാലത്ത് സിനിമയിലെ നായിക, മറ്റൊരു ജീവിതത്തിൽ തോക്കും ട്രക്കും കൈകാര്യം ചെയ്യുന്ന സെക്യൂരിറ്റി പ്രൊഫഷണൽ. ഇതിലും വലിയൊരു ട്വിസ്റ്റ് ഏത് സിനിമയിലും കാണില്ല. പ്രമീളയുടെ അമ്മയുടെ ഹൃദയ ശസ്ത്രക്രിയക്ക് ശേഷം അമ്മയെ പരിചരിക്കാൻ വേണ്ടി വോളണ്ടറി റിട്ടയർമെന്റ് എടുത്തു. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഭർത്താവ് പോൾ പ്രമീള അഭിനയിച്ച ഒരു സിനിമ പോലും കണ്ടിട്ടില്ല. എന്നാൽ 4 ഭാഷകളിൽ അഭിനയിച്ചിട്ടുണ്ടെന്നറിയാം. വീട്ടിൽ സിനിമയെക്കുറിച്ച് സംസാരിക്കാറില്ല. പഴയകാല സിനിമാ സുഹൃത്തുക്കൾ വിളിക്കുമ്പോൾ മാത്രമാണ് താൻ
നടിയായിരുന്നു എന്ന് പോലും ഓർമ്മ വരുന്നതെന്ന് പ്രമീള പറയുന്നു. മോഹൻലാൽ അഭിനയിച്ച അക്കരെ അക്കരെ അക്കരെയാണ് പ്രമീളയുടെ അവസാന ചിത്രം. അതിൻ്റെ ചിത്രീകരണം അമേരിക്കയിലായിരുന്നു. 30-ലധികം വർഷങ്ങളായി ഇതുവരെ അഭിനയിച്ചിട്ടില്ല. 68-ാം വയസ്സിലും തൻ്റെ 14-ാം വയസ്സിലെടുത്ത ധീരമായ തീരുമാനത്തെക്കുറിച്ച് പ്രമീള ഇന്നും അഭിമാനത്തോടെ ഓർക്കുന്നു. ആ തീരുമാനം എടുത്തില്ലായിരുന്നെങ്കിൽ കുടുംബം ഒന്നടങ്കം കടുത്ത പ്രതിസന്ധിയിലേക്ക് പോകുമായിരുന്നു എന്ന് അവർ പറയുന്നു. സഹോദരങ്ങളെയെല്ലാം നല്ല നിലയിലെത്തിക്കാൻ കഴിഞ്ഞ ചാരിതാർത്ഥ്യം അവരുടെ വാക്കുകളിൽ വ്യക്തമാണ്. മലയാളി അല്ലാതിരുന്നിട്ടും മലയാളികളാണ് തന്നെ കൂടുതൽ സ്നേഹിച്ചതെന്ന് പ്രമീള പറയുന്നു. ഇനിയൊരു തിരിച്ചുവരവുണ്ടെങ്കിൽ അത് മലയാളത്തിലൂടെ ആയിരിക്കുമെന്നും അവർ പറഞ്ഞു. ഒരു നടിയിൽ നിന്ന് ലോ എൻഫോഴ്സ്മെന്റ് പ്രൊഫഷണലിലേക്ക്, ഇന്ത്യയിൽ നിന്ന് കാലിഫോർണിയയിലേക്ക് പ്രമീളയുടെ ജീവിതം ഒരു സിനിമാ കഥയേക്കാൾ അതിശയകരമാണ്. അന്നത്തെ യുവാക്കൾക്ക് പ്രമീളയെ മറക്കാനാവില്ല. ആ ഒരു നോട്ടവും ആ ഭാവങ്ങളും അവർ അഭിനയിച്ച കഥാപാത്രങ്ങളും ഇന്നും പലരെയും വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. സിനിമയിൽ കൂടുതലും ഗ്ലാമർ രംഗങ്ങളാണ് അഭിനയിച്ചതെങ്കിലും ഒരു അഭിനേത്രി എന്ന രീതിയിലും പ്രമീള തൻ്റെ കഴിവ് തെളിയിച്ചു.